പാകിസ്ഥാനിൽ ഭീകരാക്രമണം. പോലീസ് പരിശീലന കേന്ദ്രത്തിലാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 7 പോലീസുകാരും 6 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺഖ പെർവിഷ്യയിലെ പോലീസ് പരിശീലന കേന്ദ്രത്തിന് നേരെയാണ് ചാവേർ ആക്രമണം നടന്നത്. വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം നീണ്ടുവന്നു. ദേര ഇസ്മായിൽ ഖാൻ ജില്ലയിലെ രട്ടാകുലാച്ചി പോലീസ് പരിശീലന കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നത്. പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഭീകരർ ഇടിച്ചു കയറ്റുകയായിരുന്നു. പിന്നാലെ ഭീകരർ ഇരച്ചു കയറി. പോലീസും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. 3 ഭീകരരെ തുടക്കത്തിൽ വധിച്ചു. പിന്നീട് 3 ഭീകരരെ കൂടി വധിച്ചതായി പോലീസ് അറിയിച്ചു. 13 പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. SSG കമാൻഡോകൾ, അൽബർഖ് ഫോഴ്സ്, എലൈറ്റ് ഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഭീകരരെ നേരിട്ടത്. ആക്രമണം നടക്കുമ്പോൾ 200-ലേറെ പേർ പരിശീലന കേന്ദ്രത്തിലുണ്ടായിരുന്നു. പിന്നീട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനി താലിബാൻ ഏറ്റെടുത്തു. അതിനിടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിച്ചതായി താലിബാൻ സർക്കാർ ആരോപിച്ചു. അഫ്ഗാൻ പാക് അതിർത്തിക്ക് സമീപം പാകിസ്ഥാൻ ബോംബിട്ടതായി സർക്കാർ പറയുന്നു. തലസ്ഥാനമായ കാബൂളിൽ സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് താലിബാൻ ആരോപിക്കുന്നത്. കാബൂളിലും പാകിസ്ഥാൻ അതിക്രമിച്ച് കയറിയതായി താലിബാൻ സർക്കാർ പറഞ്ഞു. നിലവിലെ സംഭവവികാസങ്ങളിൽ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ വഷളാകുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ സൈന്യത്തിനായിരിക്കുമെന്നാണ് അഫ്ഗാൻ സർക്കാർ പറയുന്നത്. അതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധവും അഫ്ഗാനിസ്ഥാൻ സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. അഫ്ഗാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ ശക്തമായി അപലപിക്കുന്നു. സ്വന്തം ഭൂപ്രദേശം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്തതും അക്രമാസക്തവും പ്രകോപനപരവുമായ നടപടിയാണിതെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് കാബൂളിലും സ്ഫോടനമുണ്ടായത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അടുത്തിടെ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാൻ വിരുദ്ധ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നാണ് ഖാജ ആസിഫ് ആരോപിച്ചത്. ഇത് തുടർന്നാൽ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി.